ഹായ്, ഞാൻ ചക്കക്കുമ്പളം ഉണ്ടാക്കാൻ ഇല എടുക്കാൻ പോവാണ്. നോക്കിക്കേ, സാറിൻ്റെ വീട്ടിലേക്ക് സാറ് കുമ്പളം ഉണ്ടാക്കാൻ ഇല വേണം. അപ്പുറത്തപ്പൻ അവരെ പറമ്പിൽ പോണേ. ഞാൻ പോവുകയാണ്. ഇത് കണ്ട സ്റ്റെപ്പ് കയറി പോവാണ്. ഇത് കണ്ട ഇതിലെ പോകണം. ഇതിൽ കാണുന്നുണ്ടോ? ഈ തോട്ടിനകത്ത് ഇങ്ങനെ പോകണം. പേടിയുണ്ട്, പാമ്പ് മിന്നുണ്ടെങ്കിൽ പേടിയുണ്ട്. ഇപ്പുറത്ത് കണ്ട അടച്ചു വെച്ചിരിക്കുന്നത് കാണാവോ? അല്ല, ഈ സൈഡൊന്നോ ഈ സൈഡ് ഇതിലിടയിൽ വലി നമ്മൾ പോകണം. ഇത് കണ്ട കുമ്പളത്തിൻ്റെ ഇല എടുക്കാൻ അപ്പുറത്തെ കണ്ടിൽ പോകണം. ഇതല്ല മുട്ടൊന്ന് ഷീറ്റ് ഇതുണ്ട്. അവരവിടെ ഉണ്ട്. അവരിപ്പോൾ ചോദിച്ചു എന്നാന്ന് ഞാൻ പോവുകയാണ്. കാറ്റിനകത്ത് തന്നെ ഇങ്ങനെ പോവാണ്. ഇല എടുക്കാൻ കയറി പോകണം. എൻ്റെ അമ്മോ, കുമ്പളത്തിന് ഇല എടുക്കാനാ. അവരവിടെ നോക്കുന്നുണ്ട്. അത് കണ്ടാണ് അവരെ പറമ്പിലാണ്. വെയിലെന്ന് പറഞ്ഞോ വെയിൽ. ഇത് കണ്ടോ, ഞാൻ ഈ സ്റ്റെപ്പ് കയറി ഇവിടെ പോകണം. കയറി എന്തൊരു കഷ്ടപ്പാടാ. പിള്ളേർക്കത് ഇതൊന്നും അറിയുന്നുണ്ടോ? പോവാണ് കുമ്പളത്തിൻ്റെ ഇല എടുക്കാൻ. കാണിച്ചു തരാം. പല്ലയാണ്, നോക്കിക്കുന്ന ഉറച്ച പല്ലയാണ്. തീർച്ചയായിട്ടും പാമ്പ് കാണാം. ഇതിലിഷ്ടം പോലെ ഉണ്ട്. ഈ കുഞ്ഞുങ്ങളെല്ലാം അങ്ങോട്ട് കയറി വരിക. ഈ പാമ്പിൻ്റെ കുഞ്ഞുങ്ങളാണ്. ഇല ഒന്നും നല്ലതില്ല. പിന്നെ ഏതാ എടുക്കേണ്ടത്? നല്ലത് കൊണ്ടുപോകണം. ഒന്നുമില്ല. എല്ലാം എടുത്ത് വെട്ടിക്കളഞ്ഞവർ. ഇഷ്ടം പോലെ എല്ലാം ഉണ്ടായിരുന്നു. എല്ലാം വെട്ടിക്കളഞ്ഞ ഇലയില്ല. നോക്കിയിട്ട് വെട്ടിക്കളഞ്ഞ് നല്ലോണം ഇല ഉണ്ടായിരുന്നു. ചീത്ത കൊണ്ടുപോയിട്ട് കാര്യമില്ല. അയ്യോ, ഞാൻ അപ്പുറത്തെ മൂലയിലെല്ലാം ഉണ്ടെന്ന് നോക്കട്ടെ. പിന്നെ എന്താ ചെയ്യുക? ഇവിടെ ഇഷ്ടം പോലെ എല്ലാം ഉണ്ടായിരുന്നു. അത് വെട്ടി കളഞ്ഞ ഇല ഇല്ലേ? ഇത് വെട്ടി കളഞ്ഞല്ലേ? കളഞ്ഞു ചേട്ടൻ. വെട്ടിക്കള ഇല്ല. എന്നാൽ അവിടെ ഉണ്ടെന്ന് നോക്കട്ടെ. ആ മൂലിൽ സൈഡ് എൻ്റെ വീട്ടിൽ കൊണ്ടായിരുന്നു 5-6 അവിടെ ഉണ്ടെന്ന് നോക്കട്ടെ. അവർ കൂടെ വെട്ടിയെടുത്ത ഇല്ലേ? ഞാൻ പോവും അവിടെ നോക്കാൻ. എൻ്റെ അപ്പുറത്ത് മരിച്ചവരുടെ എല്ലാം കുളിച്ച് മൂടുന്നു. അത് രത്നം ഇവിടുത്തെ പള്ളി കയറുന്ന അപ്പുറത്ത് അവിടെ പള്ളിയാണ്. കാണിച്ചു തരാവേ. ഇത് കണ്ട അപ്പുറത്ത് പള്ളിയാണ്, കാണാവോ? അതാണ് പള്ളി. ഇത് ഇവിടെ എല്ലാം അവരെ കുളിക്കുന്നു മൂടുന്നു. മരിച്ചവരെല്ലാം ഇവിടെ കിടപ്പുണ്ട്. നമ്മുടെ കൂടെ യേശുണ്ടോ? ഹല്ലേലൂയ. പേടിയുണ്ട് എനിക്ക് വെയിൽ ഇങ്ങനെയൊക്കെ വരുന്നത്. പിന്നെ വരാതിരിക്കാൻ പറ്റില്ല. അന്ധവിശ്വാസം വിട്ടേക്കാൻ. ദൈവം നമ്മുടെ കൂടെ ഉണ്ട്. അന്ധവിശ്വാസം വിട്ട് എന്ത് ചെയ്യുക? ദൈവം നമ്മുടെ കൂടെ ഉണ്ട്. ആരെ വിശ്വസിക്കുക? യേശുവിനെ വിശ്വസിക്കുക. ഹല്ലേലൂയ. ഞാനൊന്ന് ഇല ഉണ്ടെന്ന് നോക്കട്ടെ. കർത്താവേ, ഇവിടുത്തെ ഓനെല്ലാം ഭാര്യയ്ക്ക് ഇല കൊണ്ട് കൊടുക്കണമല്ലോ. എന്താ ചെയ്യാ? എന്താ നോക്കട്ടെ. നീരുണ്ട്, കടിക്കല്ലേ? ഭയങ്കര ക്ഷീണമാണ്, എനിക്ക് വയ്യ, മിണ്ടത്തില്ല. ഇങ്ങനെ ഓരോരോ വർത്താനം എന്നിട്ട് ചോദിക്കുമ്പോൾ എനിക്കത് ബുദ്ധിമുട്ടാവുന്നുണ്ട്. നമുക്കൊന്നും സഹായവും ഇല്ല. എന്തെങ്കിലും ഇപ്പം പണിത കാശ് മാത്രമേ സഹായമൊന്നുമില്ല. എന്താ ചെയ്യുക? വലിച്ചെടുക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. തന്നാറെൻ്റെ കൈ കൊടുന്നിട്ട് ഇന്ന് തരുന്ന എൻ്റെ മനസ്സ് പറയുന്നു. പക്ഷെ എനിക്കറിയില്ല. തന്നാൽ മേടിക്കാൻ അത്രേ ഉള്ളൂ. ചോദ്യം നിർത്തി. ഞാൻ എൻ്റെ വീട് നന്നാക്കാൻ വേണ്ടി ചോദ്യം നിർത്തി. ഇനി ഞാൻ ചോദിക്കുന്ന ആരായിട്ടെന്നറിയാവോ? സർവശക്തനായ ദൈവമേ, സർവശക്തനായ യേശുവേ,
സർവശക്തനായ ദൈവമേ പിതാവേ അങ്ങ് അനുഗ്രഹിക്കണപ്പോൾ കർത്താവേ. ഇവിടെ വലിയ മാട്ടൻ എന്നിട്ട് പെരുപാമ്പ് കണ്ണതിൽ പേടിയ. അവൻ്റെ ഇത് കണ്ടോ അവൻ്റെ തല കാണിക്കല്ലേ, അവൻ്റെ സൈഡ് റൗണ്ടേ കാണിക്കുമല്ലോ. എന്തിനാണെന്നറിയാവോ? അവനെ നമ്മളെ പിടിച്ച് നിന്നെ മുറുക്കി പിടിക്കൊണ്ട് ഇതിൽ പിന്നെ നമ്മുടെ മുറുക്കി പിടിക്കും. ഞാൻ ഓടിച്ചോണ്ട് പോവാണ്. അതിലില്ല ഇവിടെ ഇല്ലെന്ന് പറഞ്ഞ വിശ്വസിക്കണ്ടേ. എന്തൊക്കെ ചുമ്മാ പറയുവാനാണ്. എനിക്കൊരു കാരണവശാലും നുണ പറയാനും അറിയത്തില്ല. ഉള്ള സത്യം ഞാൻ പറയുകയും ചെയ്തു. അതിനാണ് വഴക്ക് കേൾക്കുകയും ചെയ്യും. നുണ പറഞ്ഞ അവരെല്ലാവരും ജയിച്ചു. ദൂരെ നിന്ന് പെണ്ണുങ്ങൾ വന്ന് പണിതിട്ട് നുണ പറഞ്ഞിട്ട് ഓരോരോ കാര്യം സഹിച്ചുകൊണ്ട് പോവാൻ നമുക്കത് അറിയത്തില്ല. നമ്മൾ ദൈവത്തിന് വിശ്വസിക്കുന്നത് നമുക്കൊന്നും അറിയില്ല കർത്താവേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ എന്ന് രക്ഷിക്കുന്നവന് വിശ്വസിക്കുന്നപ്പം ദൈവമേ ഇനിയല്ലേ ഇല്ല. ഇതിലെന്താ ഉണ്ടെങ്കിൽ ദൈവം അനുഗ്രഹിക്കണം കാത്തന്നെ. നിലപിടിച്ചോണ്ട് പോട്ടെ യേശുവേ. ദീന് എന്താ ചെയ്യാ, മതിയല്ലേ. ഇനി ഉള്ള കുട്ടി ഉണ്ടാക്കി കഴിച്ചാൽ മതി. പിന്നെ ഞാനിപ്പോൾ ഇവിടുന്ന് എടുക്കാം. ഇവിടെ ഇല്ല. അങ്ങോട്ട് പോകാനെങ്കിൽ പേടി. എന്ത് കണ്ട അവിടെ ഇല്ല, ശരിയാകത്തില്ല. പിന്നെ എന്തായാലും ഉണ്ടെങ്കിൽ നമുക്ക് എന്തായാലും വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ നോക്കാനില്ല. ആദ്യത്തേത് അയ്യോ നമുക്കല്ല പോകും, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പോകുന്നു. നമ്മൾ പോയാൽ അറിയാവോ. എനിക്ക് എല്ലാത്തിനും എന്താ ഉള്ളത്. നമ്മൾ ജോലി ചെയ്യുന്ന അത്ര ദിവസം ഒരാൾക്ക് സ്നേഹം കാണും. പിന്നെ നമ്മൾ ഏത് ജോലിക്ക് പോയാലോ അവർക്ക് പിന്നെ സ്നേഹം ഉണ്ടാകത്തില്ല. ജോലി തിരിയുമ്പോൾ സ്നേഹവും തിരി അല്ലേ. പോയേക്കാവേ മതി. ഇത്രയൊക്കെ കിട്ടിയ മതി. ഇവിടെ 5-6 വെച്ചിട്ടുണ്ട്. ഇല്ലെന്ന് പറയാം. പിന്നെ ഇതൊക്കെ ഭിത്തിയത് ഇതെല്ലാം ഇങ്ങനെ പുകയൊക്കെ വെയിൽ. ഇതിലെല്ലാം ഇല്ലാത്തത് എവിടെ നിന്ന് കൊണ്ടുപോകാൻ. എൻ്റെ കർത്താവേ എനിക്കൊന്ന് കടിക്കല്ലേ പാമ്പ്. പിന്നെ യേശുവേ നമ്മൾ പോയേ നമ്മുടെ കുടുംബത്തിൽ പോയി. അവർ 2 ദിവസം സങ്കടം പറയും, പിന്നെ ഒന്നും ഇല്ലല്ലോ അല്ലേ. ഓടാവേ. ഹല്ലേലൂയ 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 യേശുവേ. ആരാധന 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 കർത്താവേ. യേശുവേ നന്ദി, ദൈവത്തിന് നന്ദി, യേശുവിന് നന്ദി, ദൈവത്തിന് നന്ദി. ഹല്ലേലൂയ യേശുവേ ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ ഹല്ലേലൂയ യേശുവേ ഹല്ലേലൂയ ഹല്ലേലൂയ. വരണേ വന്ന് വീട്ടിലോട്ട് പോവാണേ. താങ്ക് യു.